താൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നാണ് മുന്നണി രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗങ്ങളിൽ നിന്ന് മമതാ ബാനർജി വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. മമതയുടെ ഈ വിട്ടുനിൽക്കലിന് ഇന്ത്യ സഖ്യത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിനുള്ള നീക്കമെന്നും ആരോപണം ഉയർന്നിരുന്നു. പോരാത്തതിന് മമതയുടെ അടിക്കടി മാറുന്ന പ്രസ്താവനകളും നിലപാടുകളും സഖ്യത്തിന് ഏറെ തലവേദന ഉണ്ടാക്കുകയാണ്. മമതയ്ക്ക് മോദിയെ പേടിയാണെന്ന് എതിരാളികൾ ആരോപിക്കുമ്പോൾ BJP എതിർക്കുന്നത് താൻ മാത്രമാണെന്ന് മമതയും അവകാശപ്പെടുന്നു. ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് മമത ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മമതയ്ക്ക് പകരം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇക്കഴിഞ്ഞ യോഗത്തിലും മമത പങ്കെടുത്തില്ല. മമത നൽകിയ വിശദീകരണം ഇതാണ്: 1-ാം തീയതി കൊൽക്കത്തയിൽ തിരഞ്ഞെടുപ്പുണ്ട്. താൻ വീട്ടിലിരുന്നാണ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കൂടാതെ ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം ഉണ്ടെന്നതും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമായി തൃണമൂൽ പറയുന്നു. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇന്ത്യ മുന്നണി എന്ന പേരിട്ട നേതാവാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മമത മുന്നണിയുമായി അത്ര യോജിപ്പിലല്ല. ബംഗാളിലെ 41 സീറ്റിലും ഒറ്റയ്ക്കാണ് തൃണമൂൽ മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിലും ഡൽഹിയിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ കോൺഗ്രസിന് മമതയുടെ നിലപാട് തിരിച്ചടിയായി. കോൺഗ്രസിന് കൊൽക്കത്തയിലെ സീറ്റ് വിഭജനത്തിൽ തൃപ്തിയില്ലായിരുന്നു. ഒടുവിലവർ CPM-നൊപ്പം ചേർന്നു. എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും ബംഗാളിലെ ഇന്ത്യ സഖ്യത്തിൽ CPM-ഉം കോൺഗ്രസും ഇല്ലെന്നും മമത തുറന്നു പറയാറുണ്ട്. ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷം ദുരൂഹത നിറഞ്ഞതാണ് മമതയുടെ പ്രവർത്തന രീതി. ഇത് മമതയുടെ സ്വാഭാവിക രീതി തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട്. ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം നടത്തിയാൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ആരാകും? ഈ ചോദ്യത്തിന് അടുത്ത ദിവസങ്ങൾ സഖ്യത്തിൽ ചർച്ചയുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ മമതയ്ക്ക് നോട്ടമുണ്ട്. കേന്ദ്രത്തിലേക്ക് മാറിയാൽ പാർട്ടിക്ക് ബംഗാളിലുള്ള കരുത്ത് ചോരുമെന്ന ആശങ്കയുമുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ തർക്കം ഉടലെടുത്തപ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായ മല്ലികാർജുൻ ഖാർഗെ, ശരത് പവാർ, നവീൻ പട്നായിക് എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ ഉയർന്നു വന്നതും മമതയ്ക്ക് തീരെ സുഖിച്ചില്ല. കൂടാതെ അരവിന്ദ് കെജ്രിവാളിനും സമാജ്വാദി പാർട്ടി നേതാവ് അഭിഷേക് യാദവിനും ഇന്ത്യ മുന്നണിയിൽ കിട്ടുന്ന സ്വീകാര്യതയിൽ മമതയ്ക്ക് തീരെ തൃപ്തിയില്ല. പ്രധാനമന്ത്രി പദവിയിലാണ് മമതയുടെ കണ്ണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന മുന്നേറ്റവും സ്വന്തം പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളും വിലയിരുത്തി തീരുമാനമെടുക്കാനാണ് മമതയുടെ തൃണമൂലിന്റെ നീക്കം. അതുവരെ ആരെയും പിണക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മമത നോക്കുന്നത്. അതുപോലെ ഇന്ത്യ മുന്നണിയും മമതയെ പിണക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നില്ല. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇന്ന് ചേരുന്ന ഇന്ത്യ സഖ്യം യോഗത്തിൽ വിട്ടുനിൽക്കേണ്ടി വരുന്നതിൽ അസൗകര്യം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുകയുണ്ടായി. വോട്ടെടുപ്പിന്റെ തിരക്കായതിനാലാണ് അവർക്ക് ഡൽഹിയിലെത്താൻ സാധിക്കാത്തതെന്നും വേണുഗോപാൽ പറഞ്ഞു.